friends, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ടയും ബ്രെഡും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് രണ്ട് രീതിയിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് മെത്തേഡ് ഞാൻ ചെയ്യാൻ വേണ്ടി ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലൊന്നും മാറ്റി വെച്ചേക്കാം. അപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ബ്രെഡ് സ്ലൈസും ബാക്കിയുള്ള 2 പീസും കൂടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി സവാള എടുത്ത് കട്ട് ചെയ്യാം. സവാള കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഒരു പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, എരിവ് വേണ്ട, കടിച്ച ബുദ്ധിമുട്ട് വരുന്നുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. ഒരു പകുതി തക്കാളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് ഉള്ള തക്കാളി നമുക്ക് ഇതുപോലെ റൗണ്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ചെറിയൊരു സവാള റൗണ്ട് സ്ലൈസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ നീളത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് മല്ലിയിലയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ടൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവണം. മെൽറ്റായ ബട്ടറിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി, പച്ചമുളക് ഇത് മൂന്നൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് വഴറ്റേണ്ട, നമുക്ക് കറിക്കൊന്നും ചെയ്യണ പോലെ വേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ അതിന് കൂടുതൽ നമ്മൾ വഴറ്റി അത് ഇതായി പോവും. നമുക്ക് കടിക്കുമ്പോഴേക്ക് ആ ഒരു ഇത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. സവാളയുടെ ചൂടാറുന്ന ഗ്യാപ്പ് കൊണ്ട് നമുക്ക് മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ചിടാം. ഞാൻ 2 മെത്തേഡ് ചെയ്യാൻ വേണ്ടി മൊത്തം 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഫസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് സവാളയിലേക്ക് ചൂടാറാൻ വെച്ചത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് മല്ലിയില. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോൾ നന്നായി ബട്ടറെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. പാനിൻ്റെ എല്ലായിടത്തേക്കും നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് നമുക്കതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം.
എല്ലായിടത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്കിത് വെക്കണം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നായിട്ട് ജസ്റ്റ് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കണം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എല്ലായിടത്തേക്കും അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബ്രെഡ് സ്ലൈസ് എല്ലാം നമ്മൾ അവിടെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിടണം. നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം. ആദ്യമേ നമ്മൾ ഓംലെറ്റ് പിസ്സ ഉണ്ടാക്കണം. അതെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാ? ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മേളിലേക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ സവാളയും ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ പീസും. എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ എങ്ങനെയാണെന്ന് നോക്കി നിങ്ങളുടേതായ ഇഷ്ടത്തിന് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ഉണ്ട്. ചില്ലി ഫ്ലേക്സ് ലൈറ്റായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് എരിവൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒറിഗാനോ ആണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് കാണിച്ചു തന്നേക്കാം. ഹോം മെയ്ഡാണ് ഒറിഗാനോ. ഇതും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് ചീസാണ്. ചീസ് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിസ്സയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇതൊരു ഓംലെറ്റ് പിസ്സയാണ്, ഓംലെറ്റ് ബ്രെഡ് പിസ്സ. എല്ലാ ഭാഗത്തേക്കും വീഴുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീസെല്ലാം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഒരു മൂടിയെടുത്ത് മുടിക്കും. ഈ ചീസ് മെൽറ്റ് ആവുന്ന ടൈമാണ് നമ്മൾ നോക്കുന്നത്. കൂടിയതൊരു 5 മിനിറ്റ്സ്. ആ ടൈം വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ബ്രെഡെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് നമുക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ടല്ലോ. ഇപ്പം ഞാനൊരു പാനിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് ഇതാണ്, ബ്രെഡ് ഓംലെറ്റ് പിസ്സ. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്ത രീതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ ബാലൻസ് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ സ്ലൈസ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം.
നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതൊരു എഗ് ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രെഡ് ഇതിൽ വെച്ച ശേഷം നമ്മൾ ചെയ്യുന്നത് ചീസിൻ്റെ സ്ലൈസ് ഉണ്ടാവും, ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്കിതുപോലെ എടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട, ലൈറ്റായിട്ട്. അതിനുശേഷം ചെറുതായിട്ട് കൊറിയൻഡർ ലീഫ്, മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇനി ഇതൊന്ന് അടിഭാഗം ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇരുന്ന് ഈ ചെറു തീയിൽ ഒന്ന് ലൈറ്റായിട്ട് കൂടെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിന് ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിലും വളരെ ഉപകാരമുള്ളൊരു ഇതാണ്. ബട്ടർ, ചീസ്, എഗ്ഗ് ഇതെല്ലാം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ജസ്റ്റ് സൈഡൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം ഇതാണ്, ഇപ്പം നോക്കി അറിയാൻ പറ്റും ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. അപ്പം അങ്ങനെ രണ്ട് വിഭവവും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് പിസയും അതേപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ടോസ്റ്റും റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. കീറ്റോ ഡയറ്റ് പോലെ നോക്കുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അവർക്ക് ആകെ ചെയ്യേണ്ടത് യോക്ക് ഉള്ളത്, എഗ്ഗിൻ്റെ യോക്ക് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയായി ഞാൻ വരുന്നതാണ്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. ബൈ ഫ്രണ്ട്സ്.